ഡാനിയൽ ഫൗണ്ടേഷന്റെ 16ാമത് പുരസ്കാര പ്രഖ്യാപനമാണ്. നമ്മൾ എല്ലാ വർഷവും ജെ.സി. ഡാനിയലിന്റെ സ്മരണാർത്ഥം ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ സിനിമ പുരസ്കാരങ്ങൾ, ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഈ വർഷത്തെ, അതായത് 2024 റിലീസ് ചെയ്ത ചിത്രങ്ങളെ എൻട്രികൾ ക്ഷണിച്ച് ഒരു ജൂറിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമാണ്. ഈ ജൂറിയുടെ ചെയർമാൻ ശ്രീ ആർ ശരത്ത്, നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവാണ്. ബിനു എബ്രഹാം പ്രമുഖ എഴുത്തുകാരനും തിരക്കഥാകൃത്ത്. പിന്നെ ഉണ്ണി, പ്രണവ്, വി.സി. ജോസ് സിനിമാ സംവിധായകരാണ്. ഇവരുടെ ഈ ജൂറി വിലയിരുത്തിയ ഒരു അവാർഡ് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലേക്ക് വേണ്ടി ജൂറി ചെയർമാൻ ശ്രീ ആർ ശരത്തിനെ ക്ഷണിക്കുന്നു. ഒന്നാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ഏതാണ്ട് 50-ൽ കൂടുതലുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. അത് ഏതാണ്ട് 10-15 ദിവസം എടുത്താണ് ഞങ്ങൾ കണ്ടു തീർത്തത്. എല്ലാം ജൂറിയുടെ ഈ തീരുമാനങ്ങളെല്ലാം ഐകകണ്ഠേനയായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പുതിയ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഈ ചരിത്ര രംഗത്ത് വരുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. കാര്യം ഒരുപാട് എക്സ്പെരിമെൻ്റ് സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ പലതും തിയേറ്ററിൽ എത്തുന്നില്ല. വളരെ കുറച്ച് സിനിമകളെ തിയേറ്ററിൽ എത്തുന്നുള്ളൂ. ആ കുറച്ച് സിനിമകൾ മാത്രമേ ബോക്സ് ഓഫീസ് വിജയം കൈവരിക്കുന്നുള്ളൂ. എങ്കിൽ കൂടിയും ഒരുപാട് അറ്റംപ്റ്റുകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. സംവിധായകരായാലും തിരക്കഥാകൃത്തുക്കളായാലും നിർമ്മാതാക്കളായാലും. പക്ഷെ അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവാർഡുകൾ മാത്രമാണ് അവർക്കൊക്കെയുള്ള ഏറെ ഒരു എന്താ പറയുക പ്രോത്സാഹനം. പലതും സംസ്ഥാന അവാർഡിന് പോലും എത്താറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ 16 വർഷമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ നടത്തുന്ന ഈ കണ്ടെത്തൽ, പുതിയ ആൾക്കാരെയും പ്രത്യേകിച്ച് ഞങ്ങൾ പുതിയ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നതിന് പ്രത്യേകം ഞങ്ങളൊരു എന്താ പറയുന്നത് താല്പര്യം എടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഈ 16ാമത് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട്. മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ, സംവിധാനം ഫാസിൽ മുഹമ്മദ്. മികച്ച രണ്ടാമത്തെ ചിത്രം കിഷ്കിന്ധാകാന്ഡം, സംവിധാനം ദിൽജിത്ത് അയ്യത്താൻ. മികച്ച സംവിധായകൻ ചിദംബരം, ചിത്രം മഞ്ഞുമേൽ ബോയ്സ്. മികച്ച നടൻ ആസിഫ് അലി, ചിത്രങ്ങൾ കിഷ്കിന്ധാകാന്ഡം, ലെവൽ ക്രോസ്. മികച്ച നടി കിന്നു ചാന്ദിനി, ചിത്രം വിശേഷം. മികച്ച രണ്ടാമത്തെ നടൻ കുമാർ സുനിൽ, ചിത്രം ഫെമിനിറ്റി ഫാത്തിമ, കോലാഹല. മികച്ച രണ്ടാമത്തെ നടി രഹന, ചിത്രം ഇഴ. മികച്ച ഛായാഗ്രഹകൻ എസ് ശരവണൻ, ചിത്രം സ്വർഗം. മികച്ച എഡിറ്റർ കെ ശ്രീനിവാസ്, ചിത്രം മഷിപ്പച്ചയും കല്ലുപെൻസിലും. മികച്ച പശ്ചാത്തല സംഗീതം വിജില, ചിത്രങ്ങൾ സ്വർഗം, അപ്പുറം. മികച്ച ഗായകൻ വേഡ്, ചിത്രം കൊണ്ടൽ, മഞ്ഞുമേൽ ബോയ്സ്. മികച്ച ഗായികമാർ വൈക്കം വിജയലക്ഷ്മി, ചിത്രം 1.5 മീറ്റർ ചുറ്റളവ്, മലയാളി ഫ്രം ഇന്ത്യ. രണ്ടാമത് ഗായിക ദേവാനന്ദ ഗിരീഷ്, ചിത്രം സുഖിനോ ഭവന്തു. മികച്ച തിരക്കഥയാണ് അത് ആനന്ദ് മധുസൂദനൻ, ചിത്രം വിശേഷം. ബാക്കി അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് ബിനുവിനോടാണ്. മികച്ച മൂലകഥ ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്, ചിത്രം സ്വർഗം. മികച്ച ഗാനരചയിതാവ് മനു മഞ്ജിത്, ചിത്രം ARM. കലാസംവിധാനം ഗോകുൽദാസ്, ചിത്രം ARM. വസ്ത്രാലങ്കാരം നിസാർ അഹമ്മദ്, ചിത്രം മൂറ. മേക്കപ്പ് മാൻ വിജയ് കച്ചേരി, ചിത്രം ഉരുൾ. മികച്ച ബാലചിത്രം കലാം സ്റ്റാൻഡേർഡ് RB, സംവിധാനം ലിജു മിത്രൻ മാത്യു. മികച്ച ബാലനടൻ സുജയ് കൃഷ്ണ, ചിത്രം സ്കൂൾ ചലേഗ. മികച്ച ബാലനടി തന്മയ സോൾ, ചിത്രം ഇരുനിറം. ഈ പ്രത്യേക ജൂറി പുരസ്കാരം പരിസ്ഥിതി ചിത്രങ്ങൾക്ക് പുരസ്കാരമുണ്ട്. അതിൽ ആദച്ചായ് എന്ന ചിത്രം, സംവിധാനം ബിനോയ് ജിയ.
രണ്ടാമത്തേത് മൂത്താശ്ശേരി, സംവിധാനം സുരേഷ് ഇരങ്ങല്ലൂർ, അഭിനയ ചിത്രം പണി, ഛായാഗ്രഹണം RJ പ്രസാദ്, ചിത്രം അശാന്തം. മികച്ച VFX എഗ് വൈറ്റ് ചിത്രങ്ങൾ കൊണ്ടൽ, അന്വേഷിപ്പി, കണ്ടെത്തും. ഇത്രയുമാണ് പുരസ്കാരം. പുരസ്കാരം നമ്മൾ സെപ്റ്റംബർ മധ്യത്തോടുകൂടി കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നമ്മൾ കൊടുത്തില്ല. അപ്പം കഴിഞ്ഞ വർഷത്തെ 23, 26 പുരസ്കാരങ്ങൾ ഒരുമിച്ചായിരിക്കും തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളിത് ആളുകളുടെ ജനങ്ങൾ എത്തിക്കണം. കാര്യം ഇതെല്ലാം പുതിയ കുറേ ചെറുപ്പക്കാർ, പുതിയ കുറേ ആൾക്കാരുണ്ട് ഈ സംവിധാന രംഗത്തും തിരക്കഥാ രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും എത്തിയത്. അവർക്കൊക്കെ പ്രോത്സാഹനമായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. ആ, ശരി.